സീറ്റിന് പണം പറ്റിയ കേസ് മുറുകുമ്പോഴാണ് കെ.സി. വേണുഗോപാലിന്റെ കയ്യിൽ പണവും മറുവശത്ത് പരാതിക്കാരിയും നിൽക്കുന്ന ചിത്രം പുറത്തേക്ക് വരുന്നത്. കണക്കിൽപ്പെടാത്ത പലതും പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് ഉത്തരമേയില്ല. വയനാട്ടിൽ പിരിച്ച പണം ഐ.സി. ബാലകൃഷ്ണന്റെ തട്ടിപ്പ് മറയ്ക്കാൻ ഉപയോഗിച്ചു എന്നതിന് തെളിവായി ശബ്ദരേഖ പുറത്തുവിട്ട് CPIM. ദുരിതബാധിതർക്ക് 3,21,00,000 രൂപയുടെ ഭൂമി വാങ്ങിയിട്ട് 5 കോടിയാണെന്ന് കണക്ക് പറയുന്നത് സണ്ണി ജോസഫാണ്. കോൺഗ്രസിനെ വെട്ടിലാക്കി CPIM പിരിച്ച വയനാട് ദുരന്ത ഫണ്ട് CMDRFിൽ അടച്ച രേഖ പുറത്തുവിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും കോൺഗ്രസ് പിരിച്ച പണത്തിൻ്റെ കണക്ക് എവിടെ? കോൺഗ്രസ് അധ്യാപക സംഘടന പിരിച്ച പണത്തിനും കണക്കില്ല. നേതാക്കളോട് കണക്ക് ചോദിച്ചാൽ പ്രിയദർശൻ, മോഹൻലാൽ ചിത്രങ്ങളിലെ കോമഡി രംഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. 100-ൽ അധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു നടന്ന കണക്കുകളും ഇപ്പോൾ ഇല്ല. വോട്ടർമാർ അഭിപ്രായങ്ങൾ പറയുന്ന കണക്ക് വെച്ച് നടത്തുന്ന സർവേകൾക്ക് എതിരെയാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ആക്രോശം. അതിനിടയിൽ കോഴിക്കോട് ഇന്നലെ പിണറായി വിജയൻ വന്നപ്പോൾ പുറമേരിയിലും കുറ്റിയാടിയിലും കണ്ട ജനസാഗരം LDFന് നൽകുന്ന പ്രത്യാശയും ആനന്ദവും ചില്ലറയല്ല. ആ ജനക്കൂട്ടത്തിൻ്റെ കണക്ക് പറയുന്ന കഥ മറ്റൊന്ന്. ഒടുവിൽ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കണക്ക് കൂട്ടലിൽ ഇനി 3-ാം അവസരത്തിലും LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പിണറായി ചോദിക്കുമ്പോൾ ഡീലും നുണയും തുണയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണോ UDF? ജനങ്ങൾക്കൊപ്പം അചഞ്ചലമായ നിലപാടിൻ്റെ കരുത്തോടെ, അർപ്പണബോധത്തോടെ സഖാവ് പിണറായി വിജയൻ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ആരുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ആരുണ്ട് അതുപോലെ എന്ന് ഒന്ന് ഉയർത്തിക്കാട്ടാൻ? പിണറായി അല്ലാതെ മറ്റാരുണ്ട് ഇക്കുറി ഒരു മുന്നണി നേതാവായി ജനഹൃദയം കീഴടക്കാൻ? മോദിയും രാഹുലും പ്രിയങ്കയും പലകുറി കയറിയിറങ്ങിപ്പോകുമ്പോഴും ഇടതുപക്ഷത്തിന് കണക്കിന് നേതാക്കൾ കൃത്യമായുള്ളപ്പോഴും ഇന്നലെ കോഴിക്കോട് കണ്ട കാഴ്ച ഇനി ആവർത്തിക്കാൻ പോകുന്നു എന്നാണ് LDF പറയുന്നത്. 10 വർഷം കേരളം ഭരിച്ച് ഒരു സർവേയിലും ഭരണവിരുദ്ധ വികാരമില്ലാതെ പിണറായി, സർക്കാരിനോട് ശരാശരിക്ക് മുകളിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന വോട്ടർമാർ, മറ്റാരുണ്ട് പിണറായി അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രതീക്ഷ അർപ്പിക്കാൻ ഒരു നേതാവ്? പിണറായി പറഞ്ഞാൽ അത് നുണയാകില്ല എന്നുറപ്പിച്ച് പറയുന്ന കേരളം, പിണറായിയുടെ വാഗ്ദാനമാണെങ്കിൽ അത് നടപ്പിലാകാൻ പോകുന്നതാണെന്ന് മനസ്സിലേറ്റു പറയുന്ന കേരളം, തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രം ശേഷിക്കെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. മറ്റാരുണ്ട് പിണറായി അല്ലാതെ?